നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യൂറോ കപ്പിനായിട്ടുള്ള ഒരുക്കങ്ങളിലാണല്ലോ പോർച്ചുഗലുള്ളത്. അവർ ഇന്നലെ ഒരു സൗഹൃദ മത്സരം കളിച്ചു. ഫിൻലാൻഡിനെതിരെ 4-2 ടീം വിജയിക്കുമ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് ഇരട്ട ഗോളുകൾ നേടി. ആ കളിയിൽ മിന്നിക്കത്തി കളിച്ചു 21-കാരനായിട്ടുള്ള യുവതാരം ഫ്രാൻസിസ്കോ കോൺസിസാവോ. യുവതാരത്തിൽ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ പോർച്ചുഗീസ് ടീമിനുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞ വാക്കുകൾ നമ്മൾ നോക്കാം. ബ്രൂണോ പറയുന്നത് അവൻ്റെ അച്ഛൻ്റെ കൂടെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നവനാണ്. അപ്പോൾ ആ മികവ് എന്തായാലും അവൻ കാണിക്കുമെന്ന്. എന്തായാലും ബ്രൂണോയുടെ വാക്കുകൾ പോർച്ചുഗീസ് മാധ്യമം എബോല റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ മികച്ച പ്രകടനമാണ് ഫ്രാൻസിസ്കോ കോൺസിസാവോ നടത്തിയിരിക്കുന്നത്. വളരെ ഇലക്ട്രിക് പ്ലെയറാണ്, വളരെ ലൈവ്ലിയാണ്, ബോൾ കൊണ്ട് മികച്ച പ്രകടനം നടത്തുന്നു. വിത്തൗട്ട് ദി ബോളിലും അവൻ വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് നീക്കങ്ങൾ നടത്തുന്നത്. അവൻ്റെ കളി എനിക്ക് നല്ല രൂപത്തിൽ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ആവശ്യമുള്ള സ്ഥലത്ത് അവനെ കാണാൻ പറ്റും. കളിക്കളത്തിൽ വെൽ പ്ലേസ്ഡ് ആയിരുന്നു ആള്. വളരെ ക്വിക്ലിയാണ് ബോൾ നഷ്ടപ്പെട്ടാൽ അവൻ റിയാക്ട് ചെയ്യുന്നത്. മികച്ച രൂപത്തിലുള്ള പ്രകടനം നടത്തുന്നു. ഒരു പക്ഷേ അവൻ്റെ അച്ഛനോടൊപ്പം വീട്ടിൽ ട്രെയിനിങ് നടത്തുന്നുണ്ടാവും. അതിൻ്റെ ഗുണം കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെയുള്ള താരങ്ങളെയാണ് നമുക്ക് വേണ്ടത്. ഇത്തരത്തിലുള്ള താരങ്ങൾ തീർച്ചയായിട്ടും ടീമിന് ഒരുപാട് ഗുണം ചെയ്യും എന്നാണ് ഇപ്പോൾ ഫ്രാൻസിസ്കോ കോൺസിസാവോയെ കുറിച്ച് ബ്രൂണോ ഫെർണാണ്ടസ് പറയുന്നത്. ഫ്രാൻസിസ്കോ കോൺസിസാവോ പിതാവിനോടൊപ്പം വീട്ടിൽ ട്രെയിനിങ് നടത്തുന്നു എന്ന് വെറുതെ അങ്ങ് പറഞ്ഞതല്ല ബ്രൂണോ ഫെർണാണ്ടസ്. അതെ, സാക്ഷാൽ സെർജിയോ കോൺസിസാവോയുടെ മകനാണ് ഫ്രാൻസിസ്കോ കോൺസിസാവോ. സെർജിയോയുടെ 4ാമത്തെ മകനാണ് ഫ്രാൻസിസ്കോ കോൺസിസാവോ. നമുക്കറിയാം, പോർട്ടോയുടെ കോച്ചായിരുന്നു ഏറ്റവും ഒടുവിൽ. അദ്ദേഹം കോച്ചായിട്ട് നിൽക്കുമ്പോൾ പിന്നെ പോർച്ചുഗീസ് ദേശീയ ടീമിന് വേണ്ടി 56 മത്സരങ്ങൾ കളിച്ച് അവർക്ക് വേണ്ടി 12 ഗോളുകൾ നേടുകയും ചെയ്തിട്ടുള്ളയാളാണ് സെർജിയോ കോൺസിസാവോ. ആ സെർജിയോ കോൺസിസാവോയുടെ മകൻ ഫ്രാൻസിസ്കോ കോൺസിസാവോ ഈ യൂറോ കപ്പിൽ പോർച്ചുഗലിനായിട്ട് മിന്നിക്കത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.